നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അഭിരാമി. ഏവർക്കും സ്റ്റാർട്ട് നൗ PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന HSC നാച്ചുറൽ സയൻസിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്താണ് HSCയുടെ സിലബസ് എന്നൊക്കെ അറിയുന്നവരായിരിക്കാം. ഈ കഴിഞ്ഞ HSC എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കും, ഇനി വരാൻ പോകുന്ന HSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കിക്കഴിയുകയാണെങ്കിൽ ഈ HSCയുടെ സിലബസ് നോക്കുമ്പോൾ 3 പാർട്ടുകളായിട്ടാണ് നമുക്ക് സിലബസ് തന്നിരിക്കുന്നത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ പാർട്ട് Aയിൽ തന്നെ വരുന്ന ടോപ്പിക്കുകളാണ് ജനറൽ നോളജുകൾ, പിന്നെ അതേപോലെ റിഡൈൻ സയൻസുകൾ, നമ്മളുടെ ടീച്ചിങ് മെത്തഡോളജി, ഇതൊക്കെ വരുന്നത് പാർട്ട് എയിലാണ്. പാർട്ട് ബിയിൽ വരുന്നതാണ് സുവോളജി, പാർട്ട് സിയിൽ വരുന്നതാണ് ബോട്ടണി. അപ്പം ഇങ്ങനെ 3 സെഷനുകളായിട്ടാണ് നമ്മളുടെ നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് തന്നിരിക്കുന്നത്. അതിൽ പാർട്ട് ബിയിൽ വരുന്ന സുവോളജിയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സുവോളജി നോക്കുകയാണെങ്കിൽ സുവോളജിയുടെ മൊഡ്യൂൾ 2 മുതലാണ് ഞാനിവിടെ എടുത്തു തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ മൊഡ്യൂൾ 2വിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ഡെവലപ്മെന്റൽ ബയോളജി, ഇത്രയും ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂൾ 2യുടെ കീഴിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഫിസിയോളജി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ 2വിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് നമ്മളുടെ ഫിസിയോളജിയിലെ ന്യൂട്രീഷ്യൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷ്യൻസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂട്രീഷൻ്റെ സബ് ടോപ്പിക്കുകളായിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ വരുന്നുണ്ട്, ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. ആ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിൽ നമുക്ക് വരുന്നതാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, ദെൻ വരുന്നതാണ് റോൾ ഓഫ് ഫൈബേഴ്സ്, ലാസ്റ്റ് വരുന്നതാണ് ന്യൂറൽ കൺട്രോൾ. ഇത്രയും പോർഷനുകളാണ് നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന അതിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്കുകളായിട്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം പഠിക്കാനായിട്ടുള്ളത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. കാരണം PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ബയോളജിയിൽ നിന്നും സ്ഥിരം ചോദിക്കുന്ന നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. വൈറ്റമിൻസ് ഏതൊക്കെ തരത്തിലാണുള്ളത്, ഏതൊക്കെ ഭക്ഷണങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്, ഈ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഏതൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്, ആ വക കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് കാസിമർ ഫങ്ക്. അത് തന്നെ PSCയുടെ ഒരു PYQ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് വൈറ്റമിൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പേരാണ് കാസിമർ ഫങ്ക്. ഇനി വൈറ്റമിൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോ എൻസൈംസ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. കോ വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈറ്റമിൻസ് ആണ്. അപ്പോൾ വൈറ്റമിൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് കാസിമർ ഫങ്ക് ആണ്. വൈറ്റമിൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് ശാരീരിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വൈറ്റമിൻസ്. എന്നാൽ വളരെ ചെറിയ അളവിലാണ് ഇതിൻ്റെ ആവശ്യകത വരുന്നത്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വർദ്ധിക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെ വിളിക്കുന്നതാണ് ജീവകാധിക്യം. എന്താണ്? വൈറ്റമിൻസ് നമ്മളുടെ ബോഡിയിൽ അമിതമായി കൂടിക്കഴിയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജീവകാധിക്യം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് വിളിക്കുക. ഇനി വൈറ്റമിൻ്റെ അളവ് വളരെയധികം ആവശ്യത്തിലും കൂടുതലായിട്ട് കുറയുകയാണെങ്കിൽ അതിനെന്ന് വിളിക്കും ഹൈപ്പോ വൈറ്റമിനോസിസ്. കൂടുന്ന കണ്ടീഷനെ ഹൈപ്പർ എന്നും കുറയുന്ന കണ്ടീഷനെ ഹൈപ്പോ വൈറ്റമിനോസിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ വൈറ്റമിൻസിനെ 2 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും ആണ് നമ്മൾ വൈറ്റമിൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? വൈറ്റമിൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻസുകളെയാണ് നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും പറഞ്ഞ്
തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസിൽ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നത്, ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് എന്ന് നമ്മളോട് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതെല്ലാം, അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് ഏതെല്ലാം എന്ന് ഒത്തിരി തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. അത് ഓർത്തിരിക്കാനായിട്ടുള്ളൊരു കോഡാണ് കേഡ എന്നുള്ളത്. ഓർത്തിരിക്കുക. അതായത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാണ് അല്ല. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ കേട എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, ഈ പറഞ്ഞ 4 വൈറ്റമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ബാക്കി വരുന്ന 2 എണ്ണമാണ്, അതായത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല എന്ന് വിശ്വസിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നതിന് ഓർത്തിരിക്കാനുള്ള കോഡാണ് കേട, ജലത്തിൽ ലയിക്കുന്നതിന് ഓർത്തിരിക്കണം ബി ആൻഡ് സി ആണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് നോക്കുകയാണെങ്കിൽ മൊത്തം 13 എണ്ണാണ് വൈറ്റമിൻസുകൾ ഉള്ളത്. ആ 13 എണ്ണത്തിൽ തന്നെ 8 എണ്ണം ഏതായിരിക്കും? വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ്. അപ്പൊ ഇത്രയാണ് വൈറ്റമിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നും കൂടിയും ആവർത്തിക്കാം. കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് വൈറ്റമിൻസിനെ കോയിൻ ചെയ്തിരിക്കുന്നത്. വൈറ്റമിൻസ് അറിയപ്പെടുന്ന മറ്റൊരു ടേമാണ് കോ എൻസൈംസ് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻസ് അധികം കൂടുതലായിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് വിളിക്കുന്നത്. വൈറ്റമിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പോ വൈറ്റമിനോസിസ് എന്ന്. ഈ വൈറ്റമിൻസിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? കേട, ജലത്തിൽ ലയിക്കുന്നവയെന്നും തരംതിരിക്കാം. ആ ജലത്തിൽ ലയിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് ബിയും സിയും. ഇനി മൊത്തം 13 എണ്ണം വൈറ്റമിൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ 8 എണ്ണം വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വൈറ്റമിൻ ഏതാണെന്ന് നോക്കാം. വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണോ ജലത്തിൽ ലയിക്കുന്നതാണോ? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. കൊഴുപ്പിൽ ലയിക്കുന്നവ നമുക്ക് ശരീരത്തിന് കേടാണ്. അപ്പൊ കേട അതിൽ ലാസ്റ്റ് വരുന്നതാണ് എ എന്ന് പറയുന്ന വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ എ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആന്റി ഇൻഫ്ലമേറ്ററി ജീവകം. ആന്റി ഇൻഫ്ലമേറ്ററി ജീവകം എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ ആണ്. കാരണം ഇപ്പോൾ കുട്ടികളിലൊക്കെ ഈ വൈറ്റമിൻ എ കുറയുന്നത് മൂലം നമ്മളുടെ അവരുടെ ശരീരത്തിൽ വയറിളക്കം, അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധ, ഇതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അണുബാധ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നിട്ടും നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻസിൽ നിന്നിട്ടും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ആന്റി ഇൻഫ്ലമേറ്ററി ജീവകം എന്നറിയപ്പെടുന്നത്. 2 പോയിന്റാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വൈറ്റമിൻ ഉദാഹരണമാണ്. ആന്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. ഇനി വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ എഫക്റ്റ് കാണിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണാണ്. കണ്ണിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. കണ്ണിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി ഈ വൈറ്റമിൻ എ സംഭരിക്കുന്നത് കരളിലാണ്. വൈറ്റമിൻ എ സംഭരിച്ചു വെക്കുന്ന ഭാഗം ഏതാണ്? കരളിലാണ്. എന്നാൽ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ കരളിൽ സംഭരിക്കുന്നത് വൈറ്റമിൻ എയും കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ കെയുമാണ്. ഇനി അടുത്ത ചോദ്യമാണ് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഈ വൈറ്റമിൻ എയുടെ സസ്യസ്രോതസ്സായിട്ട് കരുതപ്പെടുന്നതാണ് ഈ കരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ കരോട്ടിൻ എന്ന് പറയുന്നത്. ഈ കരോട്ടിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രോ വൈറ്റമിൻ എ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ സസ്യസ്രോതസ്സായിട്ട് കരുതപ്പെടുന്ന ഘടകമാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരോട്ടിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രോ വൈറ്റമിൻ എ എന്ന്. ഇത്രയും പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം നൽകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ ആണ്. കുത്തിവെപ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ
വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്, പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിച്ചിട്ടുള്ള ഒരു അസുഖമാണ് നിശാന്തത എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ എ നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? കണ്ണിനെയാണ് ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നിശാന്തത. ഈ നിശാന്തതയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ നിക്ടലോപ്പിയ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നോ അല്ലെങ്കിൽ നിക്ടലോപ്പിയയ്ക്ക് കാരണമായിട്ടുള്ള വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. അപ്പോൾ ഈ നിശാന്തതയുടെ തന്നെ മറ്റ് പേരുകളാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിക്ടലോപ്പിയ എന്നുള്ളത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് പറയുന്നതാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവമാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന അസുഖമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മളതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളതിനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല എങ്കിൽ അത് മറ്റൊരു അസുഖത്തിലേക്കാണ് പോവുക. ആ അസുഖത്തിനെ വിളിക്കുന്നതാണ് കെരാറ്റോമെലാസിയ. അപ്പോൾ വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ. അത് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന അസുഖമാണ് കെരാറ്റോമെലാസിയ. ഈ കെരാറ്റോമെലാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൻ്റെ ദൃഷ്ടിപടലം നേർത്തു വരികയും പിന്നീട് അത് ഡാമേജ് ആയി പോവുകയും ചെയ്യുന്ന കണ്ടീഷനാണ് കെരാറ്റോമെലാസിയ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ അസുഖമാണ് സിറോഫ്താൽമിയ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പറയുന്നതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു അസുഖമാണ് വൈറ്റ് ഔട്ട് സ്പോട്ട്. നമ്മൾ സെറ്റ് എക്സാമിനൊക്കെ എഴുതുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഔട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. വൈറ്റ് ഔട്ട് സ്പോട്ട് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുക എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമുള്ള ഉണ്ടാകുന്ന അസുഖമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് ഔട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 അസുഖങ്ങളാണ് നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയായിട്ട് പഠിക്കാനായിട്ടുള്ളത്. നിശാന്തത, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിക്ടലോപ്പിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണെങ്കിൽ സിറോഫ്താൽമിയ. then അടുത്ത് വരുന്നതാണ് വൈറ്റ് ഔട്ട് സ്പോട്ട്. ഇനി ഈ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഏതിലാണ് പെടുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഒരു ഉദാഹരണമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡിൻ്റെ സയൻറ്റിഫിക്കലി അറിയപ്പെടുന്നതാണ് കാൽസിഫെറോൾ. നമ്മൾ വൈറ്റമിൻ എ പഠിച്ചപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, സോറി. വൈറ്റമിൻ എ അറിയപ്പെടുന്നത് റെറ്റിനാൾ എന്നാണ് കേട്ടോ. അപ്പോൾ റെറ്റിനാൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എയും, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് എവിടെ നിന്നായിരിക്കും ഈ ഒരു വൈറ്റമിൻ നമുക്ക് കിട്ടുന്നുണ്ടാവുക? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഏൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് 2 രൂപത്തിലായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. ഒന്ന് D2 എന്നും D3 എന്നും പറയും. അതിൽ D2നെ വിളിക്കുന്നതാണ് എർഗോ കാൽസിഫെറോൾ എന്നും D3 ഫോമിനെ വിളിക്കുന്നതാണ് കോളി കാൽസിഫെറോൾ എന്നും പറയുന്നത്. അപ്പോൾ 2 രൂപത്തിലാണ് വൈറ്റമിൻ ഡി കാണപ്പെടുന്നത് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിനെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ വൈറ്റമിൻ ഡി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നും ഡി അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വൈറ്റമിൻ നമ്മളുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 അസുഖങ്ങളാണ് ഒന്ന് കണയും ഒന്ന് ഓസ്റ്റിയോ, രണ്ടാമത്തേത് ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്നത്. കണ എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് റിക്കറ്റ്സ്. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് കുട്ടികളെയാണ്. ഇത് ബാധിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് കണ. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഏതിൻ്റെയാണ്? വൈറ്റമിൻ ഡി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിൽ, അഡൾട്ടിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്നത്. ഇനി ഇത് കാൽഷ്യം ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ കാൽഷ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും കൂടിയാണ് നമ്മളുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാരണം എന്തായിരിക്കും നോക്കിക്കേ, ഓസ്റ്റിയോമലാസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖമൊക്കെ ബാധിക്കുന്നത് നമ്മളുടെ ബോൺസിനെയാണ് ബാധിക്കുക അല്ലേ. ബോൺസിനെ ദ്രവിപ്പിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കാനൊക്കെ കാരണമാകുന്ന ഒരു പ്രവർത്തനം കുറയുന്ന രീതിയിലേക്കുള്ളൊരു അസുഖമാണ് ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോണിൻ്റെ പ്രവർത്തനത്തിനൊക്കെ എന്ത് അത്യാവശ്യമാണ്? കാൽഷ്യം അത്യാവശ്യമാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള കാൽഷ്യത്തിൻ്റെ ആഗിരണത്തിനൊക്കെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് ഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എ ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഡി അറിയപ്പെടുന്നതാണ് കാൽസിഫെറോള്. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡി അറിയപ്പെടുന്നുണ്ട്. കുട്ടികളിൽ ഉണ്ടാക്കുന്നത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന അസുഖവും മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് ഓസ്റ്റിയോമലാസിയ എന്ന് പറയുന്നത്. ഓക്കെ.